കഴിഞ്ഞ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്ന വാർഡാണ് 12ാം വാർഡായ കൈതപ്രം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 40 വർഷത്തെ LDF ഭരണത്തെ 105 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹനനിലൂടെ UDF തിരിച്ചുപിടിച്ച വാർഡ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരത്തിനും ജനശ്രദ്ധ ഏറെയാണ്. ആകെ 991 വോട്ടുകളുള്ള കൈതപ്രം വാർഡ് ഇത്തവണ വനിതാ വാർഡ് കൂടിയാണ്. വാർഡ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് UDF. എന്നാൽ നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ LDFും BJPയും മത്സരരംഗത്തുണ്ട്. ADS ഭാരവാഹിയും കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റുമായ സിന്ധു മധുസൂദനനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. പ്രവർത്തകർക്കൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ ആരംഭിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് സിന്ധു. വിജിൽ മോഹനൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും വിജയം ഉറപ്പിച്ച ആത്മവിശ്വാസത്തിലാണെന്നും സിന്ധു മധുസൂദനൻ പ്രതികരിച്ചു. 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. പേര് സിന്ധു മധുസൂദനൻ. ഞങ്ങളുടെ 2ാം ഘട്ട പ്രചരണം ഏകദേശം പൂർത്തിയായി വരികയാണ്. എല്ലാവരും നല്ല പ്രതികരണമാണുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ. ഇതിനു മുന്നേ ഉണ്ടായ വികസനം തുടരുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 4 പതിറ്റാണ്ടിന്റെ വികസന മുരടിപ്പിന് ശേഷം വിജിൽ മോഹനും കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നിങ്ങൾ എന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ വികസനം തുടരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വർഷങ്ങളായി LDF ഭരിച്ച വാർഡ് ഇത്തവണ തിരിച്ചുപിടിക്കാൻ പ്രീന അജയനെയാണ് LDF മത്സരിപ്പിക്കുന്നത്. ADS സെക്രട്ടറിയും മഹിളാ അസോസിയേഷൻ പ്രവർത്തകയും CPIM ബ്രാഞ്ച് അംഗവും ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ അംഗവും വ്യാപാരി വ്യവസായ സമിതി അംഗവുമാണ് പ്രീന അജയൻ. പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥി. കൈതപ്രം വാർഡിൽ കഴിഞ്ഞ 5 വർഷവും യാതൊരു വികസനവും നടന്നിട്ടില്ലെന്നും വികസനം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം മാത്രമാണെന്നും സ്ഥാനാർത്ഥി പ്രീന അജയൻ ആരോപിച്ചു. മുനിസിപ്പാലിറ്റിയിലെ 12ാം വാർഡ് കൈതപ്രത്തെ LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ 5 വർഷം ഭരിച്ചത് UDF ആണ്. കാര്യമായ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ വഴി ഇങ്ങനെ പരത്തുന്നത് മാത്രമേ ഉള്ളൂ. വികസനം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വിജയിച്ചു വരികയാണെങ്കിൽ നമ്മുടെ വാർഡിൽ സമ്പൂർണ്ണ വികസനം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ് നമ്മള്. 1ാം ഘട്ടം കഴിഞ്ഞു. 2ാം ഘട്ടം വീട് കയറലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈതപ്രം വാർഡ് എന്തായാലും LDFന്റെ വരും. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷം ഭരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇരു മുന്നണികളുടെ ബലാബലങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചാണ് BJP സ്ഥാനാർത്ഥി രശ്മി N വോട്ടുകൾ ഉറപ്പിക്കുന്നത്. വീടുകൾ കയറി വോട്ടർമാരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി. നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ കൈതപ്രം വാർഡിലും എത്തിക്കാൻ ശ്രമിക്കുമെന്ന് സ്ഥാനാർത്ഥി രശ്മി N പ്രതികരിച്ചു. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ 12ാം വാർഡ് കൈതപ്രത്തു നിന്നും NDA സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. ഓരോ വോട്ടർമാരും ശ്രീ നരേന്ദ്രമോദിയുടെ സമഗ്ര വികസന പദ്ധതി നമ്മുടെ വാർഡിലേക്ക് എത്തിക്കുന്നതിനായി ഓരോ വോട്ടർമാരുടെയും വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാർഷിക മേഖലയും പരമ്പരാഗത തൊഴിൽ മേഖലകളും മുൻതൂക്കമായുള്ള കൈതപ്രം വാർഡിൽ ഇത്തവണയും പ്രവചനം അസാധ്യമാണ്.